നെക്സ്റ്റ് വളരെ ചെറിയൊരു തിയറാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ആണ് ഇനി പറയുന്നത് കേട്ടോ. അതായത് ഇനി ഒരുപാട് തിയറംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ചെറിയൊരു തിയറാണ്. ഫോർ ആർബിറ്ററി ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ഈക്വൾ ടു ബി പ്ലസ് കെ എൻ ആണെന്നും, അതുപോലെ തന്നെ എ ഈസ് ഈക്വൾ ടു ബി പ്ലസ് കെ എൻ ആണെന്നുണ്ടെങ്കിൽ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ് ഫോർ സം ഇൻറ്റിജർ കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആകുമ്പോൾ നമ്മൾ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട് എന്ന് കാണിക്കണം. അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട് എന്ന് കാണിക്കണം. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ ബൈ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി അല്ലേ. എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ മൈനസ് ബി ഈസ് ഈക്വൾ ടു എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാനിവിടെ 3 ഡിവൈഡ് 6 എന്ന് എഴുതി കഴിയാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 6നെ എങ്ങനെ എഴുതാൻ പറ്റും, 6 ഈസ് ഈക്വൾ ടു 3 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എ മൈനസ് ബി എന്ന് പറയുന്നതാണ് 6, ഇവിടെ എൻ എന്ന് പറയുന്നതാണ് 3, അതായത് എൻ ഇൻറ്റു അല്ലേ 3 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സം കെ എന്ന് എഴുതാൻ പറ്റും. എൻ ഇൻറ്റു സം കെ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, എൻ ഇൻറ്റു സം കെ എന്ന് എഴുതാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സം മൾട്ടിപ്പിൾ ഓഫ് എൻ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റും, എ ഈസ് ഈക്വൽ ടു ഇത് എൻ കെ പ്ലസ് ബി അല്ലേ, ബി പ്ലസ് എൻ കെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷനായി. നെക്സ്റ്റ് എന്ത് ചെയ്യാം, എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എൻ ആണെന്നുണ്ടെങ്കിൽ ഫോർ സം ഇൻറ്റിജർ കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതാം, വിച്ച് ഇംപ്ലൈസ് എന്ത് എഴുതാൻ പറ്റും, എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി ഇംപ്ലൈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി ആയിരിക്കും. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ കെ എന്ന് എഴുതാം. തിരിച്ചിട്ടും എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം കെ എൻ ദെൻ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ എഴുതാം. നെക്സ്റ്റ് അടുത്ത തിയറാണ്. ഫോർ ആർബിട്രറി ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് അല്ലേ, എ ആൻഡ് ബി ലീവ് ദ സെയിം നോൺ നെഗറ്റീവ് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ എൻ. എ ആൻഡ് ബി ആർ 2 ഇൻറ്റിജേഴ്സ് അല്ലേ. ദെൻ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ലീവ് ചെയ്യുന്ന റിമൈൻഡർ, അതായത് എനെ എന്നു കൊണ്ട് അതുപോലെ തന്നെ ബീനെ എന്നു കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. അതുപോലെ തന്നെ റിമൈൻഡർ രണ്ടും എൻ്റെയും ബീൻ്റെയും റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണെന്നുണ്ടെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആവുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് ലെറ്റ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി അല്ലേ, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം കെ എന്ന് എഴുതാം അല്ലേ, ഫോർ സം ഇൻറ്റിജർ കെ എന്ന് എഴുതാം. ഇതിൽ നിന്നും എ എങ്ങനെ എഴുതാൻ പറ്റും, എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എൻ എഴുതാം. ഓക്കെ, ഇനി ഞാൻ ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻറ്റും ആർ എന്ന് പറയുന്നത് റിമൈൻഡറും ആണ് എടുത്തു. എപ്പോൾ, when b is divided by n. Okay, അപ്പോൾ q be the quotient and r be the remainder when b is divided by n. ബീനെ നമ്മൾ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ക്യൂവും റിമൈൻഡർ എന്താണെന്ന് എടുത്തു, ആറാണ്. അപ്പോൾ നമുക്ക് എന്ത് കാണിച്ചാൽ മതി, ഇനി എനെ നമ്മൾ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറും സെയിം ഈ 6 തന്നെയാണെന്നുള്ളത് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബൈ ഡിവിഷൻ അൽഗോരിതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി ഈസ് ഈക്വൾ ടു ബീനെ നമ്മൾ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോഷ്യൻ്റ് ഉണ്ടായിരിക്കും, റിമൈൻഡർ ഉണ്ടായിരിക്കും അല്ലേ. എന്താണ് കണ്ടീഷൻ, 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു r ലെസ് ദാൻ n ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്കിതിനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളതിന് ഇക്വേഷൻ നമ്പർ 1 അതുപോലെ തന്നെ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 and 2 ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഈസ് ഈക്വൽ ടു ഇവിടെ ബീൻ്റെ പ്ലേസിൽ അല്ലേ, ഈ ബീൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ക്യൂ എൻ പ്ലസ് ആർ പ്ലസ് കെ എൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെന്ത് ചെയ്യാം, നമുക്ക് എൻ കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും, ക്യൂ പ്ലസ് കെ ഇൻറ്റു എൻ പ്ലസ് ആർ എന്ന് വരും. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു സം കോഷ്യൻറ്റ് അല്ലേ ഇൻറ്റു എൻ പ്ലസ് ആർ. ഇതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻറ്റ് ക്യൂ പ്ലസ് കെ എന്നാണ് അല്ലേ, ബട്ട് റിമൈൻഡർ എന്താണ്, 6 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ആ ഭാഗം ക്ലിയർ ആയി അല്ലേ. അതായത് നമ്മൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്ന് എടുത്തു,
ദെൻ ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കോഷ്യൻ്റ് ക്യൂവും റിമൈൻഡർ 6 ആണെന്ന് എടുത്തു. അപ്പോൾ ഈ റിമൈൻഡർ 6 തന്നെയാണ് എനെ നമ്മൾ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുക അല്ലേ. അതായത് ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എനെ നമ്മൾ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഉള്ള റിമൈൻഡർ സെയിം ആണെന്ന് കാണിക്കണം. ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ബൈ ഡിവിഷൻ അൽഗോരിതം ബി ഈസ് ഈക്വൽ ടു സം ക്യൂ എൻ പ്ലസ് ആർ എന്ന് എഴുതാം. അതായത് ഈ റിമൈൻഡർ തന്നെയാണ് എ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ആർ, അവിടെ 6 തന്നെ കിട്ടണം, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഇവിടെ ഡിവിഷൻ നമ്പർ 1 ബീൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ക്യൂ എൻ പ്ലസ് ആർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടുന്ന് എൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ക്യൂ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു ഇൻറ്റിജർ ആയിരിക്കും, അതായത് മറ്റൊരു കോഷ്യൻ്റ് ആയിരിക്കും അല്ലേ. എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ആണിത്, റിമൈൻഡർ ആണിത്. അപ്പോൾ കോഷ്യൻ്റ് ഇവിടുത്തെ ക്യൂ ആണ്, ഇവിടുത്തെ ക്യൂ പ്ലസ് കെ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കോഷ്യൻ്റ് സെയിം ആണെന്നല്ല, റിമൈൻഡർ സെയിം ആണെന്ന്. നമ്മൾ ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 6 തന്നെയാണ് എനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി. ഇനി എന്താ നമ്മൾ എടുക്കേണ്ടത്, സെക്കൻഡ് പാർട്ട്. ഇതുപോലെ അല്ലേ, എനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ സെയിം ആണെന്ന് എടുക്കുക. ദെൻ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് കോൺവേഴ്സ് പാർട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ്ലി വെൻ അല്ലേ എ ഈസ് ഡിവൈഡഡ് ബൈ എൻ, അങ്ങനെയാണെങ്കിൽ എനെ നമുക്ക് എന്താ എഴുതാം, അവിടെ ഒരു കോഷ്യൻ്റ് ഉണ്ടാവും അല്ലേ. ദർ എക്സിസ്റ്റ് എ കോഷ്യൻ Q1 ആൻഡ് റിമൈൻഡർ ആർ എന്നത്, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു Q1 n പ്ലസ് ആർ എന്നത്, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ n. ഓക്കെ, അതുപോലെ ബീനെ നമ്മൾ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ സെയിം ആണ്, അതായത് ബി ഈസ് ഈക്വൽ ടു വേറൊരു കോഷ്യൻ്റ് ആയിരിക്കും, കോഷ്യൻ്റ് സെയിം അല്ല അല്ലേ, പ്ലസ് ആർ എന്ന് വരും, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ n. എന്താ കാണിക്കേണ്ടത്, എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്. അപ്പോൾ ഞാൻ ഇതിന്ന് രണ്ടും കൂടെ എ മൈനസ് ബി ചെയ്യണം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും, Q1 n പ്ലസ് ആർ മൈനസ് Q2 n പ്ലസ് ആർ എന്ന് വരും അല്ലേ. ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, Q1 n മൈനസ് Q2 n പ്ലസ് ഇവിടെ ഒരു ആറും മൈനസ് ആറും എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ക്യാൻസൽ ചെയ്തിട്ട് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു എന്ത് വരും, n ഇൻറ്റു Q1 മൈനസ് Q2 എന്ന് വരും. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു n ഇൻറ്റു എ മൈനസ് ബി ഈസ് സം മൾട്ടിപ്പിൾ ഓഫ് n എന്നാണ് കിട്ടിയത്. Q1 ഉം Q2 ഉം രണ്ട് ഇൻറ്റിജേഴ്സാണ്, കോഷ്യൻ്റ് ആണ് അല്ലേ. അതുകൊണ്ട് ഇതെന്തായാലും എന്തായിരിക്കും, മറ്റൊരു ഇൻറ്റിജർ ആയിരിക്കും. അതായത് എ മൈനസ് ബി ഈസ് സം മൾട്ടിപ്പിൾ ഓഫ് n. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി അല്ലേ, വിച്ച് ഇംപ്ലൈസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് n എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോൺവേഴ്സ് പാർട്ട് സുഖമല്ലേ. കോൺവേഴ്സ് പാർട്ടിൽ നമ്മൾ എന്തെടുത്തു, എനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ 6, അതുപോലെ തന്നെ ബീനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ് സെയിം 6 തന്നെയാണ്. എ മൈനസ് ബി ചെയ്യുമ്പോൾ ഈ 6 മാറും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി, ദാറ്റ് ഈസ് എ ഈസ് കോൺട്രുവൻറ്റ് ടു ബി മോഡ് n. ക്ലിയർ. നെക്സ്റ്റ് തിയറം നോക്കൂ. Let n greater than 1 be fixed and a, b, c be arbitrary integers, then the following properties hold. First one, a congruent to a mod n. ഒരു നമ്പർ അല്ലേ, അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കാറുള്ളത്, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി അല്ലേ. റിഫ്ലെക്സീവ് ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് അതിനോട് തന്നെ അല്ലേ ഇക്വലൻസ് ആണ് കാണിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് n ആണെങ്കിൽ ദെൻ ബി കോൺട്രുവൻറ്റ് ടു എ മോഡ് n ആയിരിക്കും. എ കോൺട്രുവൻറ്റ് ടു ബി, ബി കോൺട്രുവൻറ്റ് ടു എ. ഇതിനെ നമ്മൾ എന്താ വിളിക്കാറ് സാധാരണ, സിമ്മട്രിക് അല്ലേ, സിമ്മട്രിക് പ്രോപ്പർട്ടി. ആൻഡ് തേർഡ് കണ്ടീഷൻ, ഇഫ് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് n, ബി കോൺട്രുവൻറ്റ് ടു സി മോഡ് n ആണെന്നുണ്ടെങ്കിൽ എ കോൺട്രുവൻറ്റ് ടു സി മോഡ് n ആയിരിക്കും. ഇതിനെ നമ്മൾ എന്താ വിളിക്കാറുള്ളത്, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇങ്ങനെ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ടോട്ടലി എന്താ വിളിക്കാറുള്ളത്, ഇക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കും അല്ലേ. എന്തായിരുന്നു ഇക്വാലൻസ് റിലേഷൻ. അപ്പോൾ ഇവിടെ ഈ കോൺട്രുവൻസ് എന്ന് പറയുന്നത് എന്താണ്, കോൺട്രുവൻസ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, ഇതാണ് അപ്പോൾ ഈ തിയറം പറയുന്നത്. കോൺട്രുവൻസ് ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് കാണിക്കാം. കഴിഞ്ഞ വർഷം ഇതിൽ ഈ തേർഡ് പ്രോപ്പർട്ടി ചോദിച്ചതായിരുന്നു. അതായത് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് n, ബി കോൺട്രുവൻറ്റ് ടു സി മോഡ് n ആണെന്നുണ്ടെങ്കിൽ എ കോൺട്രുവൻറ്റ് ടു സി മോഡ് n ആണെന്ന് കാണിക്കണം. അതായത് ഇതിലെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി, ഒന്നെങ്കിൽ ഇതിലെ ഏതെങ്കിലും പ്രോപ്പർട്ടി ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ കോൺട്രുവൻസ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാ പ്രോപ്പർട്ടിയും തന്നിട്ട് ചോദിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, എ കോൺട്രുവൻറ്റ് ടു എ മോഡ് n ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു നമ്പർ നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാൽ മതി, n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് എ എന്ന് കിട്ടിയാൽ മതി അല്ലേ. ക്ലിയർലി നമുക്കറിയാവുന്ന കാര്യമാണ്. എ മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 അല്ലേ.
എ മൈനസ് ഒരു നമ്പറിന് അതിൽ നിന്ന് തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 0 ആണ്. 0 ആണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0 ഇൻറ്റു n എഴുതാൻ പറ്റും അല്ലേ? ജസ്റ്റ് ഞാൻ n എന്ന് എഴുതിയുള്ളൂ, ഇവിടെ n ആയതുകൊണ്ട് n എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാൻ പറ്റും? എ മൈനസ് എ ഈസ് സം മൾട്ടിപ്പിൾ ഓഫ് n എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റി. ദാറ്റ് ഈസ് n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് എ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? എ കോൺഗ്രന്റ് ടു എ മോഡ് n എഴുതാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായി? റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തു. ആദ്യം എന്തെഴുതി? ഫോർ എനി ഇൻറ്റിജർ എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. 0 ആണ്, നമുക്ക് 0 ഇൻറ്റു n എഴുതാം. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് എ വിച്ച് ഇംപ്ലൈസ് എ കോൺഗ്രന്റ് ടു എ മോഡ് n എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. എന്തായിരുന്നു നെക്സ്റ്റ്? സിമ്മെട്രിക് പ്രോപ്പർട്ടി. സിമ്മെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ കോൺഗ്രന്റ് ടു ബി മോഡ് n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ബി കോൺഗ്രന്റ് ടു എ ആണ് അല്ലേ? എ കോൺഗ്രന്റ് ടു ബി മോഡ് n ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി. ഓക്കെ, n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി വിച്ച് ഇംപ്ലൈസ് ഇന്ന് എങ്ങനെ എഴുതാൻ പറ്റും? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് കെ എന്ന് എഴുതാൻ പറ്റും അല്ലേ? സം മൾട്ടിപ്പിൾ ഓഫ് n എഴുതാൻ പറ്റും. ഫോർ സം ഇൻറ്റിജർ കെ എന്നുള്ളൊരു ഇൻറ്റിജറിന് n സം മൾട്ടിപ്പിൾ ഓഫ് n. ഞാനിതിനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇതിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു മൈനസ് കൊണ്ട്, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് എൻ കെ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ. രണ്ട് ഭാഗത്തും എന്ത് ചെയ്തു? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസിനെ മൈനസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് എൻ കെ. ദറ്റ് ഈസ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു മൈനസ് അല്ലെങ്കിൽ എൻ ഇൻറ്റു മൈനസ് കെ എന്ന് എഴുതാൻ പറ്റും അല്ലേ? എൻ ഇൻറ്റു മൈനസ് കെ എന്ന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് ബി മൈനസ് എ ഈസ് സം മൾട്ടിപ്പിൾ ഓഫ് n എന്ന് കിട്ടി അല്ലേ? സം മൾട്ടിപ്പിൾ ഓഫ് n കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് ബി മൈനസ് എ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇത് നമുക്ക് ഇവിടെ എ മൈനസ് ബി ആയപ്പോൾ എ കോൺഗ്രന്റ് ടു ബി മോഡ് n ആയിരുന്നു അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ എഴുതിയിരുന്നത്? എ മൈനസ് ബി ആയപ്പോൾ എന്തായിരുന്നു? എ കോൺഗ്രന്റ് ടു ബി. അപ്പോൾ ഇവിടെ ബി മൈനസ് എ ആകുമ്പോൾ എന്ത് എഴുതണം? ബി കോൺഗ്രന്റ് ടു എന്ന് എഴുതണം. ഓക്കെ, ബി കോൺഗ്രന്റ് ടു എ മോഡ് n. ക്ലിയർ? അപ്പോൾ എന്തായി? സിമെട്രിക് പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്തു. നമുക്ക് അറിയാവുന്ന എ കോൺഗ്രന്റ് ടു ബി മോഡ് n എടുത്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെഫിനിഷൻ കൊടുത്തു. അതിലെന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതെന്ത് വരും? ബി കോൺഗ്രന്റ് ടു എ മോഡ് n ആയിട്ട് മാറും. ഓക്കെ, ഇനി തേർഡ് പ്രോപ്പർട്ടി നോക്കാം. എന്തായിരുന്നു? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ കോൺഗ്രൻസ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ കോൺഗ്രന്റ് ടു ബി മോഡ് n ആൻഡ് നമ്മൾ എന്തും കൂടെ എടുക്കുന്നുണ്ട്? ബി കോൺഗ്രന്റ് ടു സി മോഡ് n അല്ലേ? ഇനി നമുക്ക് എന്ത് കിട്ടണം? എ കോൺഗ്രന്റ് ടു സി മോഡ് n ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് എ കോൺഗ്രന്റ് ടു ബി മോഡ് എന്നിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി ഓർ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം എൻ കെ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെ എന്തുണ്ട്? ബി കോൺഗ്രന്റ് ടു സി മോഡ് n ഉണ്ട് അല്ലേ? ആൻഡ് ബി കോൺഗ്രന്റ് ടു സി മോഡ് n. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് ബി മൈനസ് സി വിച്ച് ഇംപ്ലൈസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു സം വേറെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കാം, എൽ എന്ന് കൊടുക്കാം, ഇൻറ്റിജർ എൽ അല്ലേ? ഇനി ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു എന്ത് വരും? എൻ കെ. ഇതിൻ്റെ ഈ രണ്ട് സൈഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ കെ പ്ലസ് എൽ എൻ വരും അല്ലേ? ഈ രണ്ട് സൈഡും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി പറഞ്ഞാൽ ഈ ബിയും മൈനസ് ബിയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് എന്ത് വരും? എ മൈനസ് സി ഈസ് ഈക്വൽ ടു ഇവിടെ n കോമൺ ആണ് അല്ലേ? n ഇൻറ്റു കെ പ്ലസ് എൽ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് സി സം മൾട്ടിപ്പിൾ ഓഫ് n കിട്ടി. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? n ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് സി വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ഈസ് കോൺഗ്രന്റ് ടു സി മോഡ് n ആണെന്ന് എഴുതാം. സുഖമല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? എ കോൺഗ്രന്റ് ടു ബി മോഡ് എന്നുള്ളതെന്ന് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു ഫോർ സം ഇൻറ്റിജർ കെ. അതുപോലെ തന്നെ ബി കോൺഗ്രന്റ് ടു സി മോഡ് എന്നുള്ളതിന് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു ഫോർ സം അനദർ ഇൻറ്റിജർ എൽ എന്ന് കൊടുത്തു. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എ കോൺഗ്രന്റ് ടു സി മോഡ് എന്നുള്ളത് എത്തും. അതായത് ഇതെന്തും കൂടെ ആണെന്ന് പ്രൂവ് ചെയ്ത് നമ്മൾ ഒരു ട്രാൻസിറ്റീവ് അല്ലേ പ്രോപ്പർട്ടി ആണെന്നും കൂടെ പ്രൂവ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് തിയറം നോക്കും. അപ്പോൾ ഇതിലൊരുപാട് പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെക്ക് ചെയ്യും കേട്ടോ. ലെറ്റ് n greater than 1 be fixed and a, b, c, d be arbitrary integers. If നമുക്ക് തിയറത്തിൽ തന്നെ തന്നിട്ടുണ്ട് എ കോൺഗ്രന്റ് ടു ബി മോഡ് n ആണെന്നും അതുപോലെ തന്നെ സി കോൺഗ്രന്റ് ടു ഡി, എ ബിനോടും സി ഡിനോടും അല്ലേ?
ദെൻ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് സി മോഡ് എൻ ആണെന്നും, അതായത് എ കോൺട്രുവൻറ്റ് ടു ബി എന്നുള്ളതിൻ്റെ കൂടെ ഒരു പ്ലസ് ഓർ മൈനസ് സി ആണല്ലേ രണ്ട് ഭാഗത്തും വരുന്നത്. അതുപോലെ എ സി കോൺട്രുവൻറ്റ് ടു ബി സി മോഡ് എൻ. സി എന്ന് പറയുന്ന മറ്റൊരു കോമൺ എന്താണ്, ഇൻറ്റീജർ ആണല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ട് നമ്പർ കോൺട്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ രണ്ടിനെയും ഒരു സെയിം നമ്പർ കൊണ്ട് അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും എന്തായിരിക്കും, കോൺട്രുവൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഐഡിയ മനസ്സിലാക്കട്ടെ എന്താണെന്നുള്ളത്. എ കോൺട്രുവൻ്റ് ടു ബി മോഡ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൾട്ടിപ്പിൾ അല്ലേ, സി എന്നുള്ള ഒരു കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും, കോൺട്രുവൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അടുത്തത് എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ ആയിരിക്കും. അതുപോലെ തന്നെ എ സി കോൺട്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ ആയിരിക്കും. ദെൻ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എം കോൺട്രുവൻറ്റ് ടു ബി റേസ് ടു എം മോഡ് എൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 45 കോൺട്രുവൻറ്റ് ടു 10 മോഡ് 7 ആണ് അല്ലേ, എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പവർ എത്ര പവർ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം എന്തായിരിക്കും, കോൺട്രുവൻ്റ്. സ്ക്വയറോ ക്യൂബോ എം ഏതോ ആയിക്കോട്ടെ, ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ ആണ് കേട്ടോ. ഇവിടെ എഴുതുന്ന ഒരു പോസിറ്റീവ് ആവണം. ആ ഒരു പോസിറ്റീവ് ഇൻറ്റിജറിന് നമ്മൾ എത്ര പവർ ഇട്ട് കൊടുത്താലും അതൊക്കെ എന്തായിരിക്കും, കോൺട്രുവൻ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ നെക്സ്റ്റ് എന്താ പറയുന്നത്, എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എ ബൈ എം കോൺട്രുവൻറ്റ് ടു ബി ബൈ എം മോഡ് എൻ ആയിരിക്കും. ഓക്കെ, വേറെ എം ഡിവൈഡ്സ് ആൻഡ് എം ഡിവൈഡ്സ് ബി ആൻഡ് ജി സി ഡി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു 1 ആയി. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് എ കോൺട്രുവൻറ്റ് നമുക്ക് തിയറത്തിൽ തന്നിട്ടുള്ളത് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നും അതുപോലെ തന്നെ സി കോൺട്രുവൻറ്റ് ടു ഡി മോഡ് എൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ ഈ ഓരോ കണ്ടീഷനും പ്രൂവ് ചെയ്യാനായിട്ടില്ലേ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് സി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആകെ തന്നിട്ടുള്ളത് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും, എൻ ഡിവൈഡ്സ് ദി ഡിഫറൻസ് എ മൈനസ് ബി വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം എൻ കെ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഫോർ സം ഇൻറ്റിജർ കെ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി ഇങ്ങനെ എഴുതാം. ഇതെന്താ വരിക, എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഓർ മൈനസ് സി രണ്ടിലും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. എന്നിട്ട് എന്താ വരിക, എ മൈനസ് ബി തന്നെയല്ലേ. അതായത് ഞാൻ ഈ എഴുതിയിട്ടുള്ളത് എന്ത് തന്നെയാണ്, എ മൈനസ് ബി തന്നെയാണ് അല്ലേ. എ മൈനസ് ബി നമുക്കറിയാം എന്താണ്, എൻ കെ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എനിക്കെന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി ഈസ് ഈക്വൽ ടു എൻ കെ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം എൻ കെ എന്നുള്ളത് പകരം എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി ഈസ് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് എൻ വിച്ച് ഇംപ്ലൈസ് ഇതിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും, എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് സി മോഡ് എൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗം ക്ലിയർ ആയി അല്ലേ. ഇതിലെന്ത് ചെയ്തു, എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് സി. ഇനി അതിൽ തന്നെ സെക്കൻഡ് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, എന്താണ്, എ സി കോൺട്രുവൻറ്റ് ടു ബി സി മോഡ് എൻ. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ആകെ ഈ ഒരു ഒറ്റ പാർട്ടാണ് എടുത്തത്, എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ. അതിൽ നിന്നും നമുക്ക് എന്തെഴുതാൻ പറ്റും, എ മൈനസ് ബി സി ഈക്വൽ ടു എൻ കെ എന്ന് എഴുതാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു പ്ലസ് ഓർ മൈനസ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യും അല്ലേ. അതങ്ങനെ പ്ലസ് ഓർ മൈനസ് ആവുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇസ് ഈക്വൽ ടു ഇത് എന്ത് തന്നെയാണ്, എ മൈനസ് ബി തന്നെയാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൻ കെ ആണെന്നുള്ളത് അറിയാം. ദാറ്റ് ഈസ് ഇത് ഈക്വൽ ടു എൻ കെ എന്ന് വരും. ദിസ് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി ഈക്വൽ ടു എൻ കെ അല്ലേ. അതായത് ഇത് രണ്ടും എന്താണെന്ന് പറയാൻ പറ്റും, കോൺട്രുവൻ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഇതിലെന്താ കാണിക്കേണ്ടത്, എ സി കോൺട്രുവൻറ്റ് ടു ബി സി മോഡ് എൻ ആണ് അല്ലേ. അതായത് എ സി കോൺട്രുവൻറ്റ് ടു ബി സി മോഡ് എൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടേണ്ടി വരും, എ സി മൈനസ് ബി സി സം മൾട്ടിപ്പിൾ ഓഫ് എൻ കിട്ടേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എ കോൺട്രുവൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ, എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും, എ മൈനസ് ബി സി ഈക്വൽ ടു സം എൻ കെ എന്ന് എഴുതാം. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, രണ്ട് ഭാഗത്തും ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, സി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സി എൻ കെ എന്ന് വരും അല്ലേ. രണ്ട് ഭാഗവും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ വരും. ഇതിൽ നിന്ന് എന്ത് എഴുതാം, സി എ അല്ലെങ്കിൽ എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു സി എൻ കെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും, എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു സി കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇൻറ്റു എന്തെഴുതാൻ പറ്റും, എൻ എഴുതാൻ പറ്റും. അതായത് എ സി മൈനസ് ബി സി സം മൾട്ടിപ്പിൾ ഓഫ് എൻ ആണെന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും എന്തെഴുതാൻ പറ്റും, എ സി കോൺട്രുവൻറ്റ് ടു ബി സി മോഡ് എൻ ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയി അല്ലേ. എ സി കോൺട്രുവൻറ്റ് ടു ബി സി മോഡ് എൻ ആണ്.
ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ. അപ്പോൾ ഇവിടെ ഡി കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഉപയോഗിക്കേണ്ടി വരും അല്ലേ? എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നും അതുപോലെ തന്നെ സി കോൺട്രുവൻറ്റ് ടു ഡി മോഡ് എൻ ആണെന്നുള്ളതും എടുക്കണം. അതിന് ശേഷം വേണം നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ ആണ് അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്, അതുപോലെ തന്നെ സി കോൺട്രുവൻറ്റ് ടു ഡി മോഡ് എൻ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം എൻ കെ അല്ലെ, ഫോർ സം ഇൻറ്റിജർ കെ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? സി മൈനസ് ഡി ഈസ് ഈക്വൽ ടു സം എൻ എൽ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് കിട്ടേണ്ടത് എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ ആണ് അല്ലേ? അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് സം മൾട്ടിപ്പിൾ ഓഫ് എൻ ആണെന്ന് കാണിച്ചാൽ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസിന്? എ മൈനസ് ബി അല്ലേ, എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി മൈനസ് ഡി എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? എ മൈനസ് ബി എന്നുള്ള ടേമും അതുപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ഡി എന്നാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ കെ ആണ്. പ്ലസ് ഓർ മൈനസ് സി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എൽ ആണ്. സി ഈക്വൽ ടു ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? എൻ ഇൻറ്റു കെ പ്ലസ് ഓർ മൈനസ് എൽ. എൻ കോമൺ ആണ് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡി സി ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് എൻ ആണെന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ. ഓക്കെ, അപ്പോൾ അതിലെ രണ്ടാമത്തെ ഭാഗം ക്ലിയർ ആയി. ഇതും അതുപോലെ തന്നെ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എന്നും അതുപോലെ തന്നെ സി കോൺട്രുവൻറ്റ് ടു ഡി മോഡ് എൻ ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ നിന്നും എന്ത് എഴുതാൻ പറ്റും? എ മൈനസ് ബി സി ഈക്വൽ ടു എൻ കെ ആൻഡ് സി മൈനസ് ഡി സി ഈക്വൽ ടു എൻ എൽ എന്ന് എഴുതാം. ഇതിൽ നിന്നും എ എന്ത് എഴുതാൻ പറ്റും? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ കെ എന്ന് എഴുതാം. അതുപോലെ സി എന്ത് എഴുതാൻ പറ്റും? സി ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എൻ എൽ എന്ന് എഴുതാം അല്ലേ? ഞാൻ എ സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് നമുക്ക് കിട്ടേണ്ടത് എ സി കോൺട്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് എ സി ഈസ് ഈക്വൽ ടു, എ സി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ രണ്ടിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ബി പ്ലസ് എൻ കെ ഇൻറ്റു ഡി പ്ലസ് എൻ എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ബി ഡി പ്ലസ് ദെൻ ഇതിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? ബി എൻ എൽ പ്ലസ് അടുത്ത എന്ത് വരും? എൻ കെ ഡി പ്ലസ് എൻ സ്ക്വയർ കെ എൽ എന്ന് വരും. ഓക്കെ, സി ഈക്വൽ ടു അപ്പോൾ ഇവിടെയൊക്കെ ഒരു എന്നിൻ്റെ ടേംസ് അല്ലേ? സം മൾട്ടിപ്പിൾ ഓഫ് ഇതിൽ എന്നിൻ്റെ മൾട്ടിപ്പിളാണ്, എന്നിൻ്റെ മൾട്ടിപ്പിളാണ്, എന്നിൻ്റെ മൾട്ടിപ്പിളാണ്. ദാറ്റ് ഈസ് ബി ഡി പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് എഴുതാൻ പറ്റും. എ സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് എൻ. ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, എ സി മൈനസ് ബി ഡി ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് എൻ എഴുതാം. എ സി മൈനസ് ബി ഡി സം മൾട്ടിപ്പിൾ ഓഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സി കോൺട്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി. നമ്മൾ എന്താ ചെയ്തത്? എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എന്നുള്ളതിൽ നിന്ന് എ എഴുതി, സി കോൺട്രുവൻറ്റ് ടു ഡി മോഡ് എന്നുള്ളതിൽ നിന്ന് സി എഴുതി, ഇത് രണ്ടിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു എ സി എന്ന് കിട്ടി അല്ലേ? എ സി ഈസ് ഈക്വൽ ടു ബി ഡി. അപ്പോൾ നമുക്ക് എ സി കാൽക്കുലേറ്റ് ചെയ്യാം. എ സി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കംപ്ലീറ്റ് ടേം എന്തായിട്ട് മാറും? മൾട്ടിപ്പിൾ ഓഫ് എൻ ആയിട്ട് മാറും. ബാക്കി ബി ഡിയിൽ എന്തുണ്ടാവില്ല? എൻ ഉണ്ടാവില്ല. അപ്പോൾ ബി ഡി പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് എൻ ഈസ് ബി ഡി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് എൻ. ഇതിൻ്റെ മീനിങ് എന്താണ്? എ സി ഈസ് കോൺട്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എന്നും അതുപോലെ തന്നെ സി കോൺട്രുവൻറ്റ് ടു ഡി മോഡ് എന്നും ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ പ്ലസ് ഓർ മൈനസ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്തായിക്കോട്ടെ, എ പ്ലസ് ഓർ മൈനസ് സി കോൺട്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡ് എൻ ആണെന്ന് കിട്ടിയില്ലേ? അതായത് ഈ രണ്ട് ടേമും ആഡ് അല്ലേ? ഈ രണ്ട് ടേമും ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതോ ഈസ് കോൺട്രുവൻറ്റ് ടു ഈ രണ്ട് ടേമിനോട്. അപ്പോൾ നമുക്ക് ജനറലി ഇത് രണ്ട് ടേം ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് ടേംസിനെ വെച്ചത് ഇതിൻ്റെ കൊറോളറി ആയിട്ട് പറയുന്നുണ്ട്. അതായത് എ വൺ കോൺട്രുവൻറ്റ് ടു ബി വൺ മോഡ് എൻ, അതുപോലെ തന്നെ എ ടു കോൺട്രുവൻറ്റ് ടു ബി ടു മോഡ് എൻ എക്സെട്രാ എ എൻ കോൺട്രുവൻറ്റ് ടു ബി എൻ മോഡ് എൻ. ഇങ്ങനെ ഒരുപാടെണ്ണം വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ജനറലി ലാസ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് അല്ലേ, ഇത് രണ്ടാമത്തതിനോട് ആഡ് ചെയ്യുന്നതും അല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ എടുത്തത്? എ കോൺട്രുവൻറ്റ് ടു ബി ആൻഡ് സി കോൺട്രുവൻറ്റ് ടു ഡി എന്ന് പറഞ്ഞാൽ ഇതിലെ ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുക. ഇതിലെ ആദ്യത്തെ തമ്മിൽ ഇതിലെ രണ്ടാമത്തതിനോട് ഈക്വലൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇതിലെ ഓരോന്നിലെ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എന്താ വരിക? എ വൺ. ഇതിലെ ആദ്യത്തെ എന്താണ്?
എ ടു അല്ലേ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എ ടു പ്ലസ് ഓർ മൈനസ് എ ത്രീ പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് എ എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും ബി വൺ അല്ലേ. ബി വൺ പ്ലസ് ഓർ മൈനസ് ബി ടു പ്ലസ് ഓർ മൈനസ് എക്സെട്ര ബി എൻ മോഡ് എൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനെ ജനറലി നമുക്ക് കൊറോളറി ആയിട്ട് ഇതിൽ ജസ്റ്റ് പറയുന്നുണ്ട്. ഇത് രണ്ടെണ്ണം ആയിരുന്നു അല്ലേ ഫസ്റ്റത്തതും, അതുപോലെ തന്നെ ഇതിലെ ഫസ്റ്റ് രണ്ട് എലമെൻറ്റ് ഇത് നമ്മൾ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞിരുന്നത്, രണ്ട് കോൺഗ്രുവൻസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ എൻ കോൺഗ്രുവൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിലെ ഫസ്റ്റിലെ ഓരോ ടേംസുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതോ സബ്ട്രാക്ട് ചെയ്യുന്നതോ എന്തോ ആയിക്കോട്ടെ ഈസ് കോൺഗ്രുവൻറ്റ് ടു രണ്ടാമത്തതിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി തേർഡ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് മൂന്നാമത്തത് എന്തായിരുന്നു? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എ റൈസ് ടു എം കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു എം മോഡ് എൻ ആണെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബൈ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എം എസ് ഈക്വൽ ടു വണ്ണിന് ഇത് ട്രൂ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. എം എസ് ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ തന്നെയാണ് വരിക അല്ലേ. കാരണം ഇവിടെ വൺ ആയിരിക്കും, ഇത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി എന്ത് പറയാൻ പറ്റും, ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ കെ അല്ലേ. കെ വരെ ഉള്ളതിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എ റൈസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു കെ മോഡ് എൻ ആണെന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കെ പ്ലസ് വണ്ണിന് പ്രൂവ് ചെയ്യുക ചെയ്യില്ലേ. ദാറ്റ് ഈസ് എ റൈസ് ടു കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു കെ പ്ലസ് വൺ നമുക്ക് കിട്ടണം അല്ലേ. ഇങ്ങനെയാണ് കിട്ടേണ്ടത്, ബി റൈസ് ടു കെ പ്ലസ് വൺ മോഡ് എൻ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയാം, ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതായത് ഇതിന് 1 2 എന്ന് കൊടുക്കാം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും, എ ഇൻറ്റു എ റൈസ് ടു കെ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു ബി റൈസ് ടു കെ മോഡ് എൻ വരും. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പ്രോപ്പർട്ടി പറഞ്ഞു ഇങ്ങനെ അല്ലേ, ഇവിടെ ഫസ്റ്റ് രണ്ടിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇതിലെ രണ്ടാമത്തേന് അല്ലേ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ കോൺഗ്രുവൻറ്റ് ടു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇതെന്താണ്, എ റൈസ് ടു വൺ ഇൻറ്റു എ റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു കെ പ്ലസ് വൺ കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു കെ പ്ലസ് വൺ മോഡ് എൻ എഴുതാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ എം എന്ന് പറയാൻ പറ്റും. ദെൻ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എ റൈസ് ടു എം കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു എം മോഡ് എൻ ആണ്.